എല്ലാവർക്കും നമസ്കാരം. ചൈന വലിയൊരു തകർച്ചയെ നേരിടുകയാണ്. ഇത് ഞാൻ പറയുന്നതല്ല, ആഗോള തലത്തിലുള്ള സാമ്പത്തിക ഭീമന്മാർ, വലിയ വലിയ അനലിസ്റ്റുകൾ പറയുന്ന ഒരു കാര്യമാണ്. ചൈന ഒരു പക്ഷേ തകരാൻ പോവുകയാണ്. 1 വെച്ചാൽ 2, 2 വെച്ചാൽ 4, 4 വെച്ചാൽ 4 പോയി. ഇതാണ് അവസ്ഥ. 2021 മുതൽ തുടങ്ങിയ ഒരു പ്രതിഭാസമാണ്. ടാങ്പിങ് എന്നൊരു മൂവ്മെൻറ്റ് ചൈനയിൽ വളരെ പോപ്പുലറായി 2021. ടാങ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈൻ ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ വെറുതെ മലന്ന് കിടക്കുക. അപ്പോൾ അതുകൊണ്ട് അവർ പണിയെടുക്കുന്നില്ല എന്നല്ല, അവർ ജോലി എടുക്കുന്നത് ഒരുപാട് കുറച്ചു. അവരുടെ പ്രൊഡക്ടിവിറ്റി ഇൻഡിവിജ്വലിൻ്റെ പ്രൊഡക്ടിവിറ്റി ഒരുപാട് കുറച്ചു. ഇതിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2021 ചൈനയിൽ കൊണ്ടുവന്ന ഒരുപാട് ഭരണപരിഷ്കാരങ്ങളായിരുന്നു ഇതിൻ്റെ കാരണങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ഒരുപാട് കമ്പനികളെ ദോഷമായിട്ട് ബാധിക്കുകയും കമ്പനികളുടെ പ്രൊഡക്ടിവിറ്റിയെ ബാധിക്കുകയും കമ്പനികൾ ഒരുപാട് പേര്, അതായത് ലക്ഷങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയും അങ്ങനെ ഒരു സംവിധാനമൊക്കെ ഉണ്ടായി. ആലിബാബയുള്ള വലിയ വലിയ കമ്പനികളും അതുപോലെ വലിയ വലിയ റിയൽ എസ്റ്റേറ്റ് ഭീമന്മാരും ടെക്നിക്കൽ കമ്പനികളും എല്ലാവരും ഒരുപാട് പേരെ പറഞ്ഞു വിട്ടു. അതോടുകൂടി ജനങ്ങൾ അസ്വസ്ഥരായി, പ്രത്യേകിച്ച് ചൈനയിലെ യൂത്ത് അസ്വസ്ഥരായി. അങ്ങനെയാണ് അവർ ടാങ്പിങ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് വഴി കുറച്ച് ജോലിയെടുക്കുക, ഒരുപാട് പണിയൊന്നും ചെയ്യേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്നൊരു തീരുമാനത്തിലെത്തി. ഇത് ചൈനയുടെ പ്രൊഡക്ടിവിറ്റിയെ സാരമായിട്ട് ബാധിച്ചു. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ 2024 തന്നെ വലിയൊരു ബോംബും കൂടെ ചൈനയിലെ യുവാക്കൾ പൊട്ടിച്ചിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ബൈലാൻ. ബൈലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെറ്റ് ഇറ്റ് റോട്ട്, അത് അളിഞ്ഞ് പൊക്കോട്ടെ, ചീഞ്ഞളിഞ്ഞ് പൊക്കോട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് ചെറുപ്പക്കാർ ജോലി ചെയ്യില്ല എന്നൊരു തീരുമാനം. ഇത് അവരുടെ സോഷ്യൽ മീഡിയ വഴി ഒരു ചെറിയൊരു ക്യാമ്പയിൻ നടത്തിയതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് കാട്ടുതീ പോലെ പടർന്ന് 10 കോടിയിലധികം ആളുകൾ ഇപ്പോൾ തന്നെ അതിൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്നു. ഇത് കൂടുതൽ യുവാക്കളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ ജോലി രാജിവെച്ച് ചുമ്മാതിരിക്കാൻ തീരുമാനിച്ചു. കാരണം ഇവിടെ ജീവിച്ചിട്ട് കാര്യമില്ല, ഇവിടെ എത്ര പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല. അപ്പോൾ പിന്നെ എന്തിനാ കിടന്ന് പണിയെടുക്കണേ? അളിഞ്ഞ് പൊക്കോട്ടെ, ആർക്ക് ഛേദം, എന്നെക്കൊണ്ട് വയ്യ, എന്നെക്കൊണ്ട് കഷ്ടപ്പെടാൻ വയ്യ. ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ് ചൈനയിലെ ചെറുപ്പക്കാർ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇത് ചൈനയെ സാമ്പത്തികമായിട്ട് ഒരുപാട് ബാധിക്കുന്നുണ്ട്. ബൈലാൻ്റെ മീനിങ് പറഞ്ഞ പോലെ ലെറ്റ് ഇറ്റ് റോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഒരു തകർച്ചയുണ്ടാകുമ്പോൾ, ഒരു തളർച്ചയുണ്ടാകുമ്പോൾ, ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതിനെ പരിഹരിക്കാനുള്ള യാതൊരുവിധ ശ്രമങ്ങളും നടത്താതെ അതൊക്കെ നശിച്ച് പൊക്കോട്ടുന്നേ, അതിനെ ഉപേക്ഷിക്കുക, പൂർണ്ണമായിട്ട് പിന്മാറുക എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഇപ്പോൾ ഈ ബൈലാനിൽ കൂടെ നടക്കുന്നത്. ഇതിനെ ഒരുപാട് പേര് പഴയ ടാങ്പിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിലും അത് സത്യാവസ്ഥയല്ല. ടാങ്പിങ്ങിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട്പുട്ട് കുറയ്ക്കുക, ജോലി കുറച്ച് ചെയ്യുക, ഔട്ട്പുട്ട് കുറയ്ക്കുക എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇവിടെ പൂർണ്ണമായിട്ടും ജോലി ചെയ്യാതെ ഇരിക്കുക. ഇവിടെ ചൈനീസ് ഗവൺമെൻറ്റിൻ്റെ മുമ്പിലുള്ള ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്ന് പറയുന്നത്, ഇവർ നിരത്തിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നില്ല, ബഹളം ഉണ്ടാക്കുന്നില്ല, ഒന്നിനും കല്ലെറിയുന്നില്ല, വലിയ വലിയ പ്രസംഗങ്ങളില്ല, യാതൊന്നുമില്ല. ജോലി ചെയ്യുന്നില്ല, വീട്ടിൽ കുത്തിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയ വഴി ഒരു ക്യാമ്പയിൻ, ഇവരെ ആരെയും അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല, ജോലി ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഒരു തന്നെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പണ്ട് തിയാനൻമെൻ സ്ക്വയറിലൊക്കെ ഒത്തിരി പേരെ അവർ പാറ്റൻ ടാങ്ക് കയറ്റിയും വെടിവെച്ചൊക്കെ കൊന്നതുപോലെ ഇപ്പോൾ ഇതിനെതിരെ നടപടിയെടുക്കാനും വയ്യ. എന്ന് മാത്രമല്ല, ഈ ഒരു ന്യൂസ് പുറത്തേക്ക് പോകുന്നത് ചൈനയെ വളരെയധികം ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്തു, അവരിതിനെ കഴിയുന്നതും ഇതിനെ മറച്ചു വയ്ക്കാനായിട്ട്, അടച്ചു വയ്ക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ട് വലിയ ബഹളത്തിനൊന്നും ഗവൺമെൻറ്റിന് പോകാനും സാധിക്കുന്നില്ല. ഇത് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ചൈന ഗവൺമെൻറ്റിന് മുമ്പിൽ. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ പരാജയപ്പെട്ടോട്ടെന്നേ, ഞങ്ങൾ നശിച്ചോട്ടെന്നേ. കാരണം ഇവിടെ എത്ര പണിയെടുത്തിട്ട് യാതൊരു കാര്യമില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാരണങ്ങളാണ്. ഒന്ന്, ഈ ഇപ്പോഴത്തെ യുവാക്കളുടെ മേളിലുള്ള എക്കണോമിക് പ്രഷർ. നമുക്കറിയാം, പഴയ ജനറേഷനെ പോലെയല്ല ആഗോളതലത്തിൽ യുവാക്കൾ കൂടുതൽ അംബീഷ്യസ് ആണ്. ഇപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ എത്ര ജോലി ചെയ്തിട്ടും കാര്യമൊന്നുമില്ല, ഒരു വീട് മേടിക്കാൻ പോലും പറ്റില്ല. ചൈനയിലും വീടെന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ വസ്തുവായിട്ട് മാറിയിരിക്കുക. നമ്മുടെ കേരളത്തിലേക്ക് അനുഭവം നമുക്കറിയാമല്ലോ. അപ്പോൾ എത്ര വർഷം കിടന്ന് എത്ര മണിക്കൂർ പണിയെടുത്താലും അവിടെ ഒരു വീട് മേടിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു, ഹെൽത്ത് കെയറിൻ്റെ കോസ്റ്റ് ഭയങ്കരമായിട്ട് കൂടുന്നു. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇൻകം ഇനീക്വാലിറ്റി, അതായത് വരുമാനത്തിലുള്ള വലിയൊരു അന്തരം. അപ്പോൾ കുറച്ച് പേർക്ക് മാത്രം അവിടെ ധനമുണ്ടാക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. സാധാരണക്കാർക്ക് അവിടെ യാതൊരു സാഹചര്യമില്ല. ഹാൻഡ് ടു മൗത്ത് കിട്ടുന്നത് കൊണ്ട് കഴിച്ചു പോകാമെന്നല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. അതുകൊണ്ട് ഞങ്ങൾ പണിയെടുക്കുന്നില്ല. ഇതാണ് അവരുടെ തീരുമാനം. ഈ തീരുമാനത്തിലേക്ക് ചൈനീസ് ജനതയെ അല്ലെങ്കിൽ ചൈനീസ് യുവാക്കളെ എത്തിക്കാനായിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. 996 എന്ന് പറയും, 996 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ 9 മണി മുതൽ 9 മണി വരെ ജോലി ചെയ്യുക, ആഴ്ചയിൽ 6 ദിവസം ജോലി ചെയ്യുക. നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാം, നമ്മൾ വെറും 8 മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യുന്നത് അല്ലേ, പരമാവധി. ചൈനയിൽ 12 മണിക്കൂർ എല്ലാ ദിവസവും ജോലി ചെയ്യണം, അതും ആഴ്ചയിൽ 6 ദിവസവും ജോലി ചെയ്യാൻ വേണം. ഈ ഒരു അവസ്ഥയിൽ ഒരാൾ എക്സോസ്റ്റഡ് ആവും. പ്രൈവറ്റായിട്ട് പേഴ്സണലായിട്ട് കുറച്ച് സമയം കിട്ടില്ല, ജോലിയോ എന്നാൽ അതിനതൊക്കെ വരുമാനം കിട്ടുന്നുണ്ടോ? അതുമില്ല. അങ്ങനെ വരുമ്പോഴത്തേനും ഇവർ എക്സോസ്റ്റഡ് ആയിട്ട് ഇവർ പറയുന്നത് ഞങ്ങൾ പണിയെടുക്കുന്നില്ല, എത്ര സമ്പാദിച്ചാലും. ഞങ്ങളുടെ അച്ഛനും അമ്മയെല്ലാം, അതായത് പഴയ തലമുറ കാള പോലെ അല്ലെ പോത്തിനെ പോലെ കിടന്ന് പണിയെടുത്തിട്ട് സ്വന്തമായിട്ടൊരു വീടുണ്ടാക്കാൻ പോലും സാധിച്ചിട്ടില്ല. അവർ ഇപ്പോഴും ദാരിദ്ര്യത്തിൽ തന്നെയാണ് കഴിയുന്നത്. പിന്നെ ഞങ്ങളെന്തിനാണ് ചെയ്യുന്നത്? ഇതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ്. ഇപ്പോൾ ഈ ചെറുപ്പക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയൊക്കെ ഉപേക്ഷിക്കുക,
കുടുംബത്തിനെ വേണമെങ്കിലും ഉപേക്ഷിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനുള്ള വരുമാനത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക. ഇതിൻ്റെ പുറകിൽ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ 2021 പോളിസി ചേഞ്ചസും അതുമൂലം ഉണ്ടായിട്ടുള്ള ലേ ഓഫ്സ്, അതായത് ആളുകളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്ന ഒരു കാര്യം. അത് കാലിബാബ പോലെയുള്ള വലിയ വലിയ കമ്പനികൾ പോലും ആൾക്കാരെ പിരിച്ചുവിടുന്ന ഒരവസ്ഥയുണ്ടായി. രണ്ടാമത് 2021 നിയമം മൂലം പ്രൈവറ്റ് ട്യൂട്ടറിങ് ബാൻ ചെയ്തു. പ്രൈവറ്റ് ട്യൂട്ടറിങ് അവിടെ ഏറ്റവും വലിയൊരു ഇൻഡസ്ട്രി ആയിരുന്നു. നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്ട് $100 ബില്യൺ ഇൻഡസ്ട്രി ആയിരുന്നു പ്രൈവറ്റ് ട്യൂട്ടറിങ് എന്ന് പറയുന്നത്. അത് പെട്ടെന്ന് അങ്ങോട്ട് ബാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാരണക്കാരന് ചിലവ് കുറഞ്ഞ വിദ്യാഭ്യാസം കിട്ടാനുള്ള അവസ്ഥയില്ലാതായി. തന്നെയല്ല, ദശലക്ഷക്കണക്കിന് അധ്യാപകർ തൊഴിൽ രഹിതരായി. ഇവരെല്ലാം ഇന്ന് മാർക്കറ്റിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ചൈനയിലെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, ഇന്നത്തെ അല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് വരെ, ലാസ്റ്റ് റിപ്പോർട്ട് വരുന്നത് വരെ യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 21%. നമ്മുടെ കേരളത്തിൽ അത് 29 ഇപ്പോൾ. അപ്പോൾ ഈ 21% യൂത്ത് അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഗവൺമെൻറ്റിന് മനസ്സിലായി ഇത് കുഴപ്പമാകുമെന്ന്. അങ്ങനെ അവർ ആ റേറ്റ് അല്ലെങ്കിൽ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പബ്ലിഷ് ചെയ്യുന്ന പരിപാടിയും അങ്ങ് നിർത്തി. നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട് അവിടെ, നല്ല വിദ്യാഭ്യാസം ടെക്നിക്കലി ഒക്കെ ആയിട്ട് ഒരുപാട് നല്ല വിദ്യാഭ്യാസമുള്ള ആളുകളുണ്ട്, എഞ്ചിനീയർമാരുണ്ട്. അവർക്കൊക്കെ ഇന്ന് കിട്ടുന്ന ജോലി എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ലേബറിൻ്റെ ജോലി മാത്രമാണ്. അത് ചെയ്യാൻ അവർ തയ്യാറല്ല. ഞങ്ങൾ ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം ചെയ്തിട്ടുണ്ട്, യാതൊന്നും ഞങ്ങൾക്ക് നേടാൻ പറ്റത്തില്ല. എത്ര വർഷം കൊണ്ടും ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടാലും ഒന്നും നേടാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ പണിയെടുക്കുന്നില്ല. ഇതാണ് ഈ ബായ്ലാൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റ് കൊണ്ടുണ്ടായ ഒരു എഫക്റ്റ്. പിന്നെ അത് തന്നെയല്ല ഇവർ പറയുന്നത്, ഞങ്ങളുടെ മാതാപിതാക്കൾ കിടന്ന് കഴുതയെ പോലെ പണിയെടുത്ത് ഇത്രയും നാളും ജീവിച്ചിട്ട് ഇപ്പോഴും ദാരിദ്ര്യത്തിലാണ്. ഇതൊന്നും കൂടാതെ കൂനിൽമേ കുരു എന്ന് പറയുന്ന പോലെ ചൈനയെ ബാധിച്ചിരിക്കുന്ന മറ്റൊരു പ്രശ്നമുണ്ട്, ഡിഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫ്ലേഷൻ്റെ എതിരാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൊണ്ട് ലോകം മുഴുവൻ പൊറുതിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വിലക്കയറ്റം, പണപ്പെരുപ്പം, വിലക്കയറ്റം കാരണം ലോകത്തിലെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ഒരുപാട് കഷ്ടപ്പെടുമ്പോൾ നമ്മൾ വിചാരിക്കും, പെട്ടെന്ന് കേട്ടാൽ തോന്നും, ഈ ഡീഫ്ലേഷൻ എന്ന് പറയുന്നത് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇത് നല്ലതല്ലേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കുറച്ച് നാളത്തേക്ക് അത് നല്ലതാണ്. പക്ഷേ നമ്മളതിൻ്റെ കാരണങ്ങളിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ ഭാവിയിൽ അത് വലിയ ദോഷം ചെയ്യുന്ന ഒരവസ്ഥയാണ്. അതായത് എന്തുകൊണ്ടാണ് ഡിഫ്ലേഷൻ ഉണ്ടാകുന്നത്? സാധനങ്ങളുടെ ലഭ്യത ഒരുപാടുണ്ട്. പണ്ടുണ്ടാക്കി വെച്ച സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ അവിടെയുണ്ട്. ആളുകൾ മേടിക്കുന്നില്ല, ആളുകൾ പണം ചിലവാക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവരിൽ ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും ഇത് കിടക്കുമ്പോഴത്തേനും ഇതെങ്ങനെയെങ്കിലും വിറ്റൊഴിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇതിൻ്റെ വില ഓട്ടോമാറ്റിക്കലി കുറയും. അങ്ങനെ ഡിഫ്ലേഷൻ വരുന്ന സമയത്ത് ഇത് ഒരു പരിധിയിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഈ മാനുഫാക്ചറിങ് കമ്പനികൾക്ക് വലിയ പ്രോഫിറ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരവസ്ഥ വരും, അല്ലെങ്കിൽ അവരുടെ ചിലവ് കാശ് പോലും കിട്ടുന്നില്ല എന്നൊരവസ്ഥ വരും. അപ്പോൾ അവരെന്ത് ചെയ്യും? പ്രൊഡക്ഷൻ കുറയ്ക്കും, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നിർത്തും. പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് ജോലിക്കാർ എക്സ്ട്രാ ആവും. അവരെല്ലാം പറഞ്ഞു വിടുമ്പോൾ അത്രയും കൂടുതൽ ആളുകൾ പിന്നെയും പാവപ്പെട്ടവരായി, കാശില്ലാത്തവരായി. അപ്പോൾ പർച്ചേസിങ് പവർ പിന്നെയും കുറയുന്നു മാർക്കറ്റിൽ. അപ്പോൾ വീണ്ടും ഡിഫ്ലേഷൻ. ഇതൊരു സൈക്കിളായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേനും ഒരു എക്കണോമി വളരെ പെട്ടെന്ന് തന്നെ മൂക്കുകുത്തും അല്ലെങ്കിൽ കൂപ്പുകുത്തും. പിന്നെ വരുന്ന മറ്റൊരു അപകടം എന്ന് പറയുന്നത്, ഇപ്പോൾ തന്നെ ചൈനയിലെ 60 വയസ്സിന് മേൽ പ്രായമുള്ള ആളുകളുടെ സംഖ്യ 40% അടുത്തുകൊണ്ടിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 55-60 കോടി ജനങ്ങൾ 60 വയസ്സിന് മേളിൽ പ്രായമുള്ളവരാണ്. ഇവർ അസുഖങ്ങളൊക്കെയാണ്, ഇവർക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല, അവർ യാതൊരു വിധത്തിലും പ്രൊഡക്റ്റീവ് അല്ല ഈ കമ്മ്യൂണിറ്റിയിൽ. അങ്ങനെ ഒരു അവസ്ഥ. രണ്ടാമത്, ചൈനയുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ്, എല്ലാ വർഷവും പ്രൊഡക്ടിവിറ്റി കൂടിക്കൊണ്ടിരിക്കുന്ന റേറ്റ് 7% പെട്ടെന്ന് 4% കുറഞ്ഞു. പെട്ടെന്ന് നോക്കുമ്പോൾ 7% 4% കുറഞ്ഞു എന്നുള്ളത് അത്ര വലിയൊരു സംഭവമല്ലാന്ന് തോന്നുന്നുണ്ടെങ്കിലും ഇത് പെട്ടെന്ന് കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഇതിൻ്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബാക്കി ഇനിയും കുറയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ചൈനയുടെ പ്രൊഡക്ടിവിറ്റി, ഏറ്റവും വലിയ ചൈനയുടെ ബലം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൊഡക്ടിവിറ്റി ആയിരുന്നു. അത് പതുക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ചെറുപ്പക്കാരുടെ സംഖ്യ കുറയുന്നതനുസരിച്ചിട്ട് അവരുടെ മിലിറ്ററി, ലോകത്തിലെ ഏറ്റവും ശക്തമായ ഒരു മിലിറ്ററി ആകണമെന്നുള്ള ആഗ്രഹത്തിൽ നടക്കുന്ന ഒരു രാജ്യമാണ് ചൈന. അവരുടെ മിലിറ്ററിയിലേക്ക് ചേരാൻ ഇപ്പോൾ ആളെ കിട്ടുന്നില്ല, ചെറുപ്പക്കാരെ, നല്ല യോഗ്യരായ ചെറുപ്പക്കാരെ കിട്ടുന്നില്ല. ഇതും ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഈ പ്രൊഡക്ടിവിറ്റി കുറയുന്നു, ആളുകൾ പണിയെടുക്കുന്നില്ല എന്ന് കാണുമ്പോൾ ചൈനയിലുള്ള മറ്റുള്ള വിദേശ കമ്പനികളെല്ലാം അവിടെ നിന്ന് അടച്ചു പൂട്ടിക്കെട്ടി, അല്ലാതെ തന്നെ അവർ ഇന്ത്യയിലേക്കും തായ്വാനിലേക്കും മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കുറച്ചും കൂടെ അഗ്രസീവായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി പോയി കഴിഞ്ഞപ്പം IBM, NVIDIA പോലെയുള്ള വലിയ വലിയ കമ്പനികളുടെ ടെക് ഭീമന്മാരുമായിട്ടൊക്കെ ഒരുപാട് ചർച്ചയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ കൂടുതൽ കമ്പനികൾ ചൈനയിൽ നിന്നും വിട്ട് പുറത്തേക്ക് പോകുന്ന ഒരവസ്ഥ വരും. ഇത് ചൈനയുടെ അവസ്ഥ കൂടുതൽ വഷളാക്കും. അപ്പോൾ ചൈന ഗവൺമെൻറ് ഇതിനൊക്കെ പരിഹാരമായിട്ട് ഇപ്പം ഈ 1 ചൈൽഡ് പോളിസി വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു. ഒരു കുട്ടിയിൽ കൂടുതൽ ഉണ്ടാകാൻ പാടില്ല എന്ന്, അതൊക്കെ ഇന്ന് റിലാക്സ് ചെയ്യുന്നു. പക്ഷേ ആ പോളിസി റിലാക്സ് ചെയ്യുന്നുണ്ടെങ്കിലും ജനങ്ങൾ പറയുന്നത് കുറച്ച് പിള്ളേരെ ഉണ്ടാക്കി വെച്ചിട്ട് എന്ത് കാണിക്കാൻ, ഇവർക്ക് ആര് ചിലവിന് കൊടുക്കും, അതുകൊണ്ട് അത് വേണ്ട, ഒരു കുട്ടി പോലും വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കുടുംബങ്ങൾ സ്വമേധയെ എത്തിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറ്റൊരു അപകടം എന്ന് പറഞ്ഞാൽ ചൈനയിലെ ഫെർട്ടിലിറ്റി റേറ്റ് വളരെയധികം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയും കാണുന്നുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല, പക്ഷേ അതും മറ്റൊരു അവസ്ഥയാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ചൈനയുടെ സാമ്പത്തികം ഇങ്ങനെ കുത്തുമ്പോൾ അതിന് ആഗോളതലത്തിൽ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാവും.
നമുക്ക് ഓർമ്മയുണ്ടാവും 2008 ലീമാൻ ബ്രദേഴ്സ് കൊളാപ്സ് ആയതും അതുപോലത്തെ അതിന് കാരണമായിട്ടുള്ള അവരുടെ റിയൽ എസ്റ്റേറ്റ് ഇൻഡസ്ട്രി കൊളാപ്സ് ആയതും അത് ആഗോളതലത്തിലൊരു സാമ്പത്തിക മാന്ദ്യത്തിനെ വലിച്ചു വരുത്തിയതും എല്ലാം നമുക്കറിയാം. അന്നും വലിയ കേടുകൂടാതെ നിന്നുപോയ രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണ്. ഇപ്പോഴും അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ചൈനയിൽ മാനുഫാക്ചറിങ് നടത്തുന്ന അല്ല ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. അവിടെ സാധനങ്ങൾ വരാതെയാകുമ്പോൾ അവിടെയും വലിയ ഒരു സാമ്പത്തിക അരാജകത്വം ഉണ്ടാകും. മറ്റൊരു സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് ലോകം പോകാൻ സാധ്യതയുണ്ട്. അപ്പോഴും ഇന്ത്യക്ക് അതുകൊണ്ടും നേട്ടമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇന്ത്യയിലെ പ്രൊഡക്ടിവിറ്റി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ യൂത്തിൻ്റെ സംഖ്യ വളരെയധികം അവൈലബിളാണ് ജോലി ചെയ്യാൻ തയ്യാറായിട്ട്. അങ്ങനെ ഇന്ത്യയിലെ മാനുഫാക്ചറിങ് രംഗം അഭിവൃദ്ധി പ്രാപിക്കുകയും ഇന്ത്യ അതുമൂലം സാമ്പത്തികമായിട്ട് പുരോഗമിക്കുകയും ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നുള്ളൊരു നല്ല വാർത്ത നമ്മൾ ഇന്ത്യക്കാർക്കുമുണ്ട്. ഏതായാലും നിങ്ങൾക്ക് ഈ പ്രോഗ്രാം ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.